ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ടൗൺ മുതൽ ചൗക്കി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു പോകുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നുള്ളിപ്പാടി വരെ ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ആകാശക്കാഴ്ചയിൽ നുള്ളിപ്പാടി വരെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കറന്തക്കാട് ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് ലെയറും തേർഡ് ലെയറുമാണ് ഈ ഭാഗത്ത് ഇനി ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഡിവൈഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർക്കുകൾ സ്പീഡാക്കി തുടങ്ങി ULCC കമ്പനി. അപ്പോൾ നിലവിൽ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. അതായത് നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ചെറിയൊരു അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ ആ വർക്ക് അവിടെ പെൻഡിങ് നിൽക്കുകയാണ്. 2,000-3,000-4,000 പേരുടെ ഒപ്പുകൾ ശേഖരിച്ച് ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. അവിടെ ഒരു അണ്ടർപാസ് അത്യാവശ്യമാണെന്ന് പറഞ്ഞാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇപ്പം നിലവിൽ ഇപ്പം ഏകദേശം സ്ലാബുകളുടെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഇനിയിപ്പം അത്രയൊന്നും വർക്കില്ല. 2-3 മാസത്തെ വർക്കുകളാണ് ഇനിയിപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് ഒരു സ്പാൻഡേർഡുള്ള സ്ലാബിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കി ഇനി 3 സ്പാനുകൾക്കിടയിലുള്ള ഗർഡറുകളുടെ വർക്കാണ് ഇനി നിലവിൽ നടക്കാൻ ബാക്കിയുള്ളത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി 3-ൻ്റെത് ഭാഗ്യമായിട്ട് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഏകദേശം ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന 1 കിലോമീറ്ററോളം
നീളത്തിൽ 27 മീറ്റർ വീതിയിലുള്ള ഫ്ലൈ ഓവറാണ് കാസർഗോഡ് ടൗണിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഭാഗികമായി വർക്ക് തീർന്നത് 3 ഗർഡറുകളുടെയും പിന്നെ മുഴുവനായിട്ടും വർക്ക് തീരാനുള്ളത് 3 ഗർഡറുടെ ഏകദേശം 6ഓളം ഗർഡറുകളുടെ വർക്കാണ് ഇനി നിലവിൽ തീരാൻ ബാക്കിയുള്ളത്. ഏകദേശം 3 മാസം കൊണ്ട് ഈ പണി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മഴ കുറഞ്ഞിരിക്കുന്നു, വർക്കുകൾ സ്പീഡായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും. നേരത്തെ ഈ ഭാഗം ഒരു 60-70 മീറ്ററോളം ടാറിംഗ് പ്രവൃത്തിയിൽ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ആ പ്രവൃത്തികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞതോടെ ULCCS വർക്കുകൾ ഹൈ സ്പീഡിൽ പ്രവൃത്തികൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്ക് കഴിയാതെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഏരിയാൽ ഭാഗത്ത് വർക്കുകൾ ഹൈ സ്പീഡിലാക്കി തുടരുകയാണ്. ഏരിയാൽ പാലം, പിന്നെ ഏരിയാൽ ടൗണ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ ഇപ്പോൾ ഹൈ സ്പീഡാക്കി തുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് കറന്തക്കാട് മുതൽ ഏരിയാൽ പാലം വരെയുള്ള
ഈ ഭാഗങ്ങളിൽ മുഴുവനും ഡിവൈഡർ വർക്ക്, ക്രാഷ് ബാരിയർ വർക്ക്, പിന്നെ തേർഡ് ലെയർ ടാറിംഗ് വർക്ക് ഒക്കെ ഫിനിഷിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡിവൈഡറും ക്രാഷ് ബാരിയറും ഒക്കെ മാർക്കിങ് ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത്. അടുക്കത്ത് ബായിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ ഫിനിഷിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുക്കത്തിൽ ബയൽ കഴിഞ്ഞ് ഏരിയാൽ തോട്ടിൽ പാലം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഹൈ സ്പീഡിലാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇടതുവശത്തെ സർവീസ് റോഡിൽ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് അതിന് മുകളിൽ ഈ ടാറിങ് സ്പ്രേ ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുകയാണ്. നിലവിലെ എരിയാൽ ഭാഗത്തെ നല്ല ഹൈ സ്പീഡിലാണ് പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നേരത്തെ പഴയ റോഡിലായിരുന്നു മംഗലാപുരം ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ റോഡിലേക്ക് ഡൈവേർഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെയും പഴയ റോഡിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എരിയാൽ ടൗണിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്കും ഒരു വശത്തെ അണ്ടർപാസിൻ്റെ വർക്കും ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. കാണാൻ സാധിക്കും. ഒരു വശത്തെ നേരത്തെ അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞതാണ്. ഇപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടത്തി വിടുന്നുള്ളത്. ഈ ഏരിയ ടൗണിലെ രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ വർക്ക് വളരെ വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇടതുവശത്ത് നേരത്തെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈനേജ് ഒക്കെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം വീണ്ടും ഒരു ഡ്രൈനേജ് താഴ്ത്തിയിട്ട് അപ്പം ഈ അണ്ടർപാസിൻ്റെ ഗ്രൗണ്ട് ലെവലനുസരിച്ചിട്ട് നിർമ്മിക്കേണ്ടി വരും. സർവീസ് റോഡ് താഴ്ത്തി പോകേണ്ടി വരും. നേരത്തെ ഈ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിരിക്കുകയാണ്. ഇപ്പം ഇവിടെ മുതൽ ഏകദേശം മൊഗ്രാൽ പുത്തൂർ വരെയുള്ള ഭാഗം വരെ 6 ലൈന് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വാഹന ഗതാഗതത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് എരിയാൽ മുതൽ മൊഗ്രാൽ പുത്തൂർ ജംഗ്ഷൻ വരെയാണ് ഇപ്പോൾ 6 വരി പാത വാഹനങ്ങൾക്ക് ഓടാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഭാഗത്ത് ക്രാഷ് ബാരിയറിലും ഡിവൈഡറിലും മാർക്കിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് കുറച്ച് ഭാഗികമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ നടപ്പാത നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല ഹൈ സ്പീഡിലാണ് ഇപ്പോൾ നിലവിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.